മനമുരുകി പ്രാർത്ഥിച്ചിടാ ദിനവും തവ സവിധേ യാചിച്ചിടാ. മനമുരുകി പ്രാർത്ഥിച്ചിടാ ദിനവും തവ സവിധേ യാചിച്ചിടാ. തകർന്ന ഹൃദയം കാണുന്ന ദൈവം, തകർന്ന ഹൃദയം കാണുന്ന ദൈവം, മനസ്സലിവുള്ളവൻ കരുണയൻ കടലായി തണലായി അരികിൽ കൂട്ടിനുണ്ട്. മനസ്സലിവുള്ളവൻ കരുണയൻ കടലായി തണലായി അരികിൽ കൂട്ടിനുണ്ട്. കരയുമ്പോൾ അരികിലണഞ്ഞ അമ്മയെപ്പോലവൻ വാത്സല്യമേകും. ഞാനൊന്നു കരയുമ്പോൾ അരികിലണഞ്ഞ അമ്മയെപ്പോലവൻ വാത്സല്യമേകും. ഇടറുന്ന പാതയിൽ തളരുന്ന പാദങ്ങൾ തഴുകിത്തലോടുമെന്നാത്മനാഥൻ. ഇടറുന്ന പാതയിൽ തളരുന്ന പാദങ്ങൾ തഴുകിത്തലോടുമെന്നാത്മനാഥൻ. മനമുരുകി പ്രാർത്ഥിച്ചിടാ ദിനവും തവ സവിധേ യാചിച്ചിടാ. മനമുരുകി പ്രാർത്ഥിച്ചിടാ ദിനവും തവ സവിധേ യാചിച്ചിടാ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ആയുസ്സിൻ്റെ ഒരു ദിനം കൂടി നമുക്ക് ദൈവം നൽകി. നാം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം നമ്മൾ ഉണർന്നിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ ഉറക്കത്തിൽ ദൈവം ഉറങ്ങാതെ മയങ്ങാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മളെ കാത്തതുകൊണ്ട് ആരോഗ്യത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചു. ദൈവശബ്ദത്തിനായി നമ്മുടെ കാതുകളെ കോർത്തിരിക്കാം. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ഗാഡ് റിസ്റ്റോഴ്സ് us. ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്നു. ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്നു. 1 പത്രോസ് 5:10. 1 Peter chapter 5 verse 10. And after you have suffered a little while, God of all grace, who has called you to his eternal glory in Christ, will himself restore, confirm, strengthen and establish you. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ആമേൻ. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പാനുമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുൻപിൽ പ്രസാദകരമായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദിയപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്നു. ദൈവം തൻ്റെ മക്കളെ യഥാസ്ഥാനപ്പെടുത്തി ശക്തീകരിക്കും. നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നാം ഉറച്ചു നിൽക്കുകയും ശക്തി ആർജിച്ച് പ്രവർത്തിക്കുകയും വേണം. നാം അനുഭവിക്കുന്ന കഷ്ടതകൾ നിത്യ തേജസ്സിനായി വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതിനാണ് എന്ന് നാം മനസ്സിലാക്കണം. അതിനായി ദൈവത്തിൽ വിശ്വാസമർപ്പിക്കണം. ഗത്യന്തരമില്ലാതെ കുഴങ്ങുന്ന നാളുകളാണ് വെളിച്ചത്തിൻ്റെ പന്ഥാവിലേക്കുള്ള ചവിട്ടുപടികൾ. ആ നാളുകൾ ദൈവത്തിൻ്റെ അവസരമായി മനുഷ്യൻ്റെ ജ്ഞാനപ്രാപ്തിക്കായുള്ള കളരിയായും നാം അതിനെ കാണണം. നാം നമുക്ക് വേണ്ടി തന്നെ
ജീവിക്കുമ്പോൾ യേശു മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിച്ചതെന്ന് നാം എപ്പോഴും ഓർക്കണം. എന്നാൽ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുമ്പോൾ നശ്വരമായ നിക്ഷേപങ്ങൾ അനശ്വരങ്ങളായി മാറുന്നു. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാകുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് സമൃദ്ധി പ്രദാനം ചെയ്യുന്ന ദൈവം നമ്മെയും അനുഗ്രഹിക്കും. വചനം ഇങ്ങനെ പറയുന്നു, Psalm 85 verse 4, സങ്കീർത്തനങ്ങൾ 85 4-ാം വാക്യം. Restore us again, O God of our salvation, and put away your indignation toward us. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും, പോറ്റിപ്പുലർത്തും. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ, 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 സ്തുതിക്കുന്നപ്പാ. പ്രിയനായ കർത്താവേ, അവിടുന്ന് സ്നേഹിക്കുന്ന ദൈവമാകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ശക്തീകരിക്കുന്ന ദൈവമാകയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, നന്ദി അർപ്പിക്കുന്നു. ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. കുടുംബമായി ഞങ്ങളെ കരുതുന്നതിനായി നന്ദി. കൂട്ടായ്മയായി ഞങ്ങൾ ഓരോരുത്തരെയും കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിക്കുന്നതിനായി നന്ദി പറയുന്നപ്പാ. ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ടൊരു രാജ്യമായി മാറട്ടെ. ഞങ്ങളുടെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കേരളത്തിനും തമിഴ്നാടിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവമേ, ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവഭയമുള്ള, ദൈവഹിതം ഇന്നതെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ, ഭരണകർത്താക്കളെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോ കുടുംബത്തെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ, ആഗ്രഹങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയുന്ന ദൈവമേ, അവയ്ക്കെല്ലാം തക്ക സമയത്ത് മറുപടി തരുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ, സ്കൂളിലും കോളേജിലും പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ കൂരമ്പുകളിൽ നിന്ന് മക്കളെ കാത്തുകൊള്ളണമേ. ഒരു ദുഷ്ടശക്തിയും മക്കളെ തട്ടിക്കൊണ്ടു പോകാതെ സ്വർഗത്തിലെ ദൂതന്മാരുടെ സാന്നിധ്യം കുഞ്ഞുങ്ങൾക്ക് ചുറ്റും അവിടുന്ന് കൊടുത്തിരിക്കിയാൽ സ്തോത്രം ചെയ്യുന്നു. പരിസരത്തും കവർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദിയപ്പ. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഓഫീസുകളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി. മാവ് ഒഴുക്കുന്ന തൊട്ടിയെ അനുഗ്രഹിക്കുന്നതിനായി നന്ദിയപ്പ. അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും മേഘസ്തംഭവുമായി, അഗ്നിത്വനായി തിരുസാന്നിധ്യം കൂടെയിരുന്ന് ഞങ്ങളെ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിനായി നന്ദി. അവിടുത്തെ തിരുസാന്നിധ്യമാണല്ലോ ഞങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. ഒരിക്കൽ കൂടി അവിടെ ഞങ്ങളെ കാക്കുന്നതിനായി, പരിപാലിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, അടികളെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന രോഗികളായിട്ടുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുന്ന് മാത്രമാണല്ലോ ഞങ്ങളുടെ മഹാവൈദ്യൻ. അപ്പ, പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഇതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും സൗഖ്യം വന്നുമിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. രോഗത്താൽ വലയുമ്പോൾ അരികിലണഞ്ഞ താതനെ പോലവൻ ആശ്വാസമേകും. രോഗത്താൽ വലയുമ്പോൾ അരികിലണഞ്ഞ താതനെ പോലവൻ ആശ്വാസമേകും. തകരുന്ന മാനസം, തളരുന്ന ദേഹിയും തഴുകിത്തലോടുമെൻ യേശുനാഥൻ. തകരുന്ന മാനസം, തളരുന്ന ദേഹിയും തഴുകിത്തലോടുമെൻ യേശുനാഥൻ. മനമുരുകി പ്രാർത്ഥിച്ചിടാ, ദിനവും തവ സവിധേ യാചിച്ചിടാ. മനമുരുകി പ്രാർത്ഥിച്ചിടാ, ദിനവും തവ സവിധേ യാചിച്ചിടാ. തകർന്ന ഹൃദയം
മനസ്സലിവുള്ളവൻ കരുണയിൻ കടലായി തണലായി അരികിൽ കൂട്ടിനുണ്ട്. മനസ്സലിവുള്ളവൻ കരുണയിൻ കടലായി തണലായി അരികിൽ